ഇന്നലെ വൈകിട്ട് 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സിറ്റ് ഔട്ട് ചെയ്യുന്നത്, അപ്പോഴവിടെ നിലവിളി കേൾക്കുന്നു. ഫ്രണ്ടിൽ നിലവിളി കേൾക്കുന്ന വന്ന് ഡോറ് തുറന്ന് നോക്കുന്ന അമ്മ, ഈ മരിച്ച പയ്യൻ്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് നിലവിളിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ്റെ ദേഹത്തെല്ലാം ബ്ലഡാണ്, ഷർട്ട് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന സമയം. അപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കും, അയ്യോ എൻ്റെ മോന്തോ കിടക്കുന്നേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ഭാഗത്ത് വന്ന് ചെറുക്കൻ വീണ് കിടക്കുക, ബ്ലഡെല്ലാം പോയിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ലായിരുന്നു. ഒരുപാട് പേരൊന്നും അങ്ങനെ വന്നിട്ടില്ല, അന്നേരം 3 പേരേ ഉള്ളൂ. ഫസ്റ്റ് ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് 5 മിനിറ്റ് മുമ്പ് 5 മിനിറ്റിനകത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ആട്ടോ വന്ന കൂട്ടത്തിൽ ആട്ടോയ്ക്കകത്തിൽ കയറ്റി ഈ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു അച്ഛനും അമ്മയും പോയിരുന്നു. മെൻസൂർ ഹോസ്പിറ്റലിലാണ് പോയത്. അതായത് ഈ പയ്യൻ്റെ അച്ഛനെ അവിടെ മെൻസൂർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. ആ മെൻസൂർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളാണ്. അരമണിക്കൂറായപ്പോഴത്തേക്കും മരിച്ചു എന്നുള്ള അറിവാണിത്. അപ്പോഴത്തേക്കും പോലീസും വന്നിരുന്നു, എല്ലാവരും വന്നിരുന്നു. അതാണ് സംഭവം. ഈ വന്ന ആളിനെയും ചെയ്ത ആളിനെയും ഒന്നും നമുക്കറിയത്തില്ല, കണ്ടിട്ടുമില്ല. എന്തോ കുടുംബം നല്ല, അവരൊരു സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അച്ഛനും അമ്മയും ഈ പയ്യനെയും ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഈ പയ്യനാന്ന് യാതൊരു കുഴപ്പമില്ലാത്തൊരു പയ്യനാണ്. പഠിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റേ ഈ ചെറുപ്പക്കാരുടെ പിള്ളേരോടുള്ള ഗ്യാങ്ങായിട്ട് കൂടിയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. നല്ല പയ്യനായിരുന്നു. എല്ലാവരും നല്ല ആൾക്കാരാണ്, നല്ല സഹകരണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനൊരു സംഭവം നടന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നതല്ല, എല്ലാവരും അറിയുന്നതല്ല, എല്ലാവർക്കും അറിയത്തില്ലായിരുന്നു. അതാണ് സംഭവിച്ചത്. എന്തിനാ ചെയ്തതെന്നുള്ള ഇപ്പം ഇങ്ങനെ പറയുന്ന കേട്ടോണ്ടാണ് നമ്മൾ അറിയുന്നത്, അല്ലാതെ നമുക്കത് അറിയത്തില്ല. ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. അടുത്ത എന്തെങ്കിലും നമുക്കൊരു സൂചന പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം അറിഞ്ഞത് പത്രത്തിലൊക്കെ ഉണ്ടല്ലോ, അവരെന്തോ ഈ മരിച്ച പയ്യൻ്റെ സഹോദരിയുടെ കൂടെ പഠിച്ച ഈ ചെയ്ത പയ്യനും അവർ തങ്ങളിൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്നുള്ളതാണ് ഇന്ന് പത്രത്തിലുള്ള ഉണ്ടായിരുന്ന ന്യൂസിലൊക്കെ, അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്. വിവാഹ ആലോചന വേണ്ട, വിവാഹമൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണെന്ന് എൻ്റെ വീട്ടുകാരിയായിട്ട് ഈ പയ്യൻ്റെ അമ്മ സംസാരിച്ചോ പറഞ്ഞിരുന്നു. ഏതാണ്ട് ഓണത്തിനോട് അടുപ്പിച്ചൊക്കെ വിവാഹമൊക്കെ ഉറപ്പിച്ചിരിക്കുന്നു എന്നതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അത്രയേ ഉള്ളൂ. അതിനെപ്പറ്റി ഒന്നും നമുക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ല.